ഓം ഗണപതയേ നമഃ. ഓം രാമചന്ദ്രായ നമഃ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പരിശോധിക്കുന്നത് വാൽമീകി രാമായണം യുദ്ധകാണ്ഡത്തിലെ 29-ാം സർഗമാണ്. കഴിഞ്ഞ സർഗം അവസാനിക്കുമ്പോൾ രാവണൻ ചുമതലപ്പെടുത്തിയതനുസരിച്ച് 2 മന്ത്രിമാർ പോയി രാമന്റെ ചുറ്റുപാടുമുള്ള വിവരങ്ങളൊക്കെ വന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ കേട്ടപ്പോൾ രാവണന് കോപമാണ് ഉണ്ടായത്. അവർ വന്ന് പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യങ്ങളാണെങ്കിലും രാവണന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവർ പറഞ്ഞ ആ പ്രധാന കാര്യങ്ങൾ, രാമന്റെ വലം കൈയായിട്ട് ലക്ഷ്മണൻ കൂടെയുണ്ട്, കൂടാതെ അങ്ങയുടെ സഹോദരനായ വിഭീഷണനും സർവ വാനര രാജാവും വീരപരാക്രമിയുമായ സുഗ്രീവനും ബാല്യപുത്രനും ഹനുമാനും മറ്റനേകം വാനരന്മാരും രാമന്റെ സഹായത്തിനുണ്ട് എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോഴേ രാവണന്റെ ഉള്ളൊന്ന് പിടഞ്ഞു. എങ്കിലും ക്രോധം പൂണ്ട് അവരോട് ശകാരം ചൊരിഞ്ഞു. തലകൊമ്പിട്ട് നിൽക്കുന്ന ശുക സാരണന്മാരോട് രാവണൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മരണത്തെ ഭയമില്ലേ? നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ള രാജാവിനോട് സേവകർ പറയേണ്ട രീതിയിലല്ല നിങ്ങൾ സംസാരിക്കുന്നത്. എതിരാളികളുടെ ഗുണത്തെപ്പറ്റി വാഴ്ത്തുവാനല്ല നിങ്ങളെ അയച്ചത്. എതിരാളികളെ വാഴ്ത്തിയത് പൊറുക്കാവുന്ന തെറ്റല്ല. നിങ്ങൾ ആചാര്യന്മാരെയും ഗുരുജനങ്ങളെയും വൃദ്ധരെയും ഉപാസിച്ചത് വെറുതെയായി. അഥവാ വേണ്ട വിധത്തിൽ ആചരിക്കുവാൻ നിങ്ങൾ പഠിച്ചിട്ടില്ല. അതൊക്കെ മറന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത്. കാട്ടുതീയിൽപ്പെട്ട ചില മരങ്ങൾ ചിലപ്പോൾ രക്ഷപ്പെട്ടു എന്ന് വരാം. എന്നാൽ ശത്രുപക്ഷത്തെ വാഴ്ത്തുന്ന ദുഷ്ടന്മാരെ രാജാവ് രക്ഷപ്പെടാൻ അനുവദിക്കാറില്ല. എന്നാൽ നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ള ഉപകാരങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മ നിങ്ങളെ തൽക്കാലം രക്ഷിക്കുകയാണ്. എന്നാൽ നിങ്ങൾ അധിക സമയം എൻ്റെ മുമ്പിൽ നിൽക്കരുത്. അങ്ങനെ നിന്നാൽ എനിക്ക് മറിച്ച് ചിന്തിക്കേണ്ടതായി വരും. അതിനാൽ 2 പേരും എൻ്റെ മുന്നിൽ നിന്ന് വളരെ വേഗം സ്ഥലം വിട്ടുകൊള്ളുക. അത് കേട്ട ഉടനെ ആ 2 പേരും ആചാരമനുസരിച്ച് രാവണനെ നോക്കി ജയിച്ചാലും എന്ന് വാഴ്ത്തി പുറത്തേക്ക് പോയി. അപ്പോൾ രാവണൻ മഹോദരനോട് പറഞ്ഞു, ചാരന്മാരെ വരുത്തുക. ശൂരന്മാരും ധീരന്മാരും വിശ്വസ്തരുമായ ചാരന്മാരെ ഇപ്പോൾ തന്നെ വിളിക്കുക. ഉടൻ തന്നെ ചാരന്മാര് രാവണന്റെ സമീപം എത്തുകയും രാമന്റെ ഒരുക്കങ്ങളെല്ലാം പരിശോധിച്ച് അറിയുന്നതിനായി അവരെ നിയോഗിക്കുകയും ചെയ്തു. രാവണനെ പ്രദക്ഷിണം ചെയ്ത് ആ ചാരന്മാരെ രാമ ലക്ഷ്മണന്മാർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. അവർ സുവേല പർവ്വത സമീപത്ത് സുഗ്രീവ വിഭീഷണന്മാരോട് കൂടിയിരിക്കുന്ന രാമലക്ഷ്മണന്മാരെ കണ്ടു. ആ സൈന്യത്തെ കണ്ടപ്പോൾ അവരെ അല്പം ഭയവിഹ്വലരായി തീർന്നു. എന്നാൽ ആ സമയം തന്നെ അവരെ വിഭീഷണൻ തിരിച്ചറിഞ്ഞു. ചാരന്മാരുടെ നേതാവായ ശാർദൂലനെ വനരന്മാരെ കൊണ്ട് പിടിപ്പിക്കുകയുണ്ടായി. ആ വനരന്മാർ ശാർദൂലനെ ക്രമത്തിലധികം മർദ്ദിച്ചപ്പോൾ രാമൻ ഇടപെട്ടു. രാമന്റെ കാരുണ്യം കൊണ്ട് പ്രാണൻ നഷ്ടപ്പെടാറായ അവസ്ഥയിൽ അവരെ ലങ്കയിലേക്ക് മടങ്ങിയെത്തി. രാവണന്റെ സമീപം എത്തിയ അവർ രാമന്റെ വമ്പിച്ച വാനര സൈന്യത്തെ പറ്റി രാവണനോട് വിശദമായി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് 29-ാം സർഗം സമാപിക്കുകയാണ്. ഓം രാമചന്ദ്രായ നമഃ. ഓം സീതാപതയേ നമഃ.